കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു വിഷ്വൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഹൈഡ്രജൻ ബലൂണുമായി ലിഫ്റ്റിൽ കയറുമ്പോൾ സൂക്ഷിക്കുക. ഇത് വെറുമൊരു പൊട്ടലല്ല, വലിയൊരു അപകടമാണ്. ലിഫ്റ്റ് പോലുള്ള അടഞ്ഞതും ചലിക്കുന്നതുമായ ഇടങ്ങളിൽ ഹൈഡ്രജൻ ബലൂൺ കൈകാര്യം ചെയ്യുന്നത് ശാസ്ത്രീയമായും സുരക്ഷാപരമായും വെല്ലുവിളികൾ നിറഞ്ഞതാണ്. ലിഫ്റ്റ് അതിവേഗം മുകളിലേക്ക് ഉയരുമ്പോൾ ചുറ്റുമുള്ള അന്തരീക്ഷ മർദ്ദത്തിൽ നേരിയ കുറവുണ്ടാകുന്നു. ഈ സമയത്ത് ബലൂണിനുള്ളിലെ ഹൈഡ്രജൻ വാതകം പുറത്തേക്ക് വികസിക്കാൻ ശ്രമിക്കും. ബലൂണിന്റെ പുറം കവചത്തിന് താങ്ങാനാവുന്നതിലും അധികം ഈ വികാസം സംഭവിക്കുമ്പോൾ അത് പൊട്ടിത്തെറിക്കുന്നു. വാതകങ്ങളുടെ മർദ്ദവും വ്യാപ്തവും തമ്മിലുള്ള ബന്ധം പറയുന്ന ബോയിൽ നിയമം ഇവിടെ സ്വാധീനം ചെലുത്തുന്നു. മറ്റ് കാരണമെന്ന് പറയുന്നത് ലിഫ്റ്റിനുള്ളിലെ പരിമിതമായ സ്ഥലത്ത് ബലൂൺ ഭിത്തികളിലോ സീലിംഗിലോ ഉരസാനുള്ള സാധ്യത കൂടുതലാണ്. ഇടുങ്ങിയ വാതിലുകൾ അടയുമ്പോഴോ തുറക്കുമ്പോഴോ ഉണ്ടാകുന്ന ഘർഷണം ബലൂൺ പൊട്ടാൻ കാരണമാകുന്നു. കൂടാതെ ലിഫ്റ്റിലെ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയും ഒരു ഘടകമാകാം. കൂടാതെ ഹൈഡ്രജൻ അതീവ ജ്വലനശേഷിയുള്ള വാതകമാണ്. ലിഫ്റ്റിനുള്ളിലെ ഇലക്ട്രിക്കൽ സ്വിച്ചുകളിൽ നിന്നോ മറ്റോ ഉണ്ടാകുന്ന ചെറിയൊരു സ്പാർക്ക് പോലും ബലൂണിലെ ഹൈഡ്രജനുമായി സമ്പർക്കത്തിൽ വന്നാൽ വലിയ അപകടത്തിന് കാരണമാകും. വായുസഞ്ചാരം കുറഞ്ഞ ഇടമായതിനാൽ വാതകം പെട്ടെന്ന് പടരുകയും ശ്വാസതടസ്സമോ തീപിടുത്തമോ ഉണ്ടാകാൻ സാധ്യതയേറുകയും ചെയ്യുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.